ഹായ്, ഇറ്റ്സ് മീ നിവ്യ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്തു. ഇന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 37 വീക്സ് കഴിയാനായി. അപ്പോൾ ഇനി ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് എല്ലാം റെഫർ ചെയ്ത് കണ്ട് എനിക്ക് വേണമെന്ന് തോന്നിയ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ബാഗിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി എപ്പോൾ വേണമെങ്കിൽ പോകാമല്ലോ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊരു വേദന വരുന്ന് പോകും. അതുകൊണ്ട് എല്ലാം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഈ ഒരു ബാസ്ക്കറ്റിലാണ് ഞാൻ എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഇതിന് വെറും 280 അത്രയേ ഉള്ളൂ. ഇതിൽ എൻ്റെയും ബേബിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഫയൽ, അതിൽ എൻ്റെ ഇതുവരെ കാണിച്ച റെക്കോർഡ്സ് എല്ലാം, അതായത് സ്കാനിങ് റിപ്പോർട്ട്സ്, ഡോക്ടറെ കാണിച്ച റിപ്പോർട്ടുകൾ എല്ലാം ഞാൻ ഇതിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ഫയലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെലിവറിക്ക് കയറുമ്പോൾ നമുക്കിഷ്ടമുള്ള, അതായത് അധികം ഇതില്ലാതെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കുറേ ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ ഒരു ഷർട്ടും മുണ്ടും മതി എന്നാണ് പറഞ്ഞ ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു മുണ്ടും ഒരു ഷർട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാ മുണ്ടും ഷർട്ടും എടുത്തു. പിന്നെ ഉള്ളത് ഡെലിവറി കഴിഞ്ഞതും ഇപ്പോൾ നമുക്ക് വേണ്ട ഡ്രസ്സ് ചോദിക്കും അവർ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇവരോട് അമ്മയും ഏട്ടൻ്റെ വൈഫൊക്കെ പറഞ്ഞു തന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള 3 ഡ്രസ്സ്, 1, 2, 3, അങ്ങനെ 4 ഡ്രസ്സ്, 4 ഫ്രോക്ക് നൈറ്റീസാണ് ഞാൻ ഇതിൽ ഫീഡിങ് ഓപ്ഷനുള്ള 4 എണ്ണം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. മഴയല്ലേ, അപ്പോൾ 4 എണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് ക്ലോത്തും കൂടി ഞാൻ വെറുതെ വെച്ചതാണ്. എങ്ങാനും ഹോസ്പിറ്റലിൽ നിന്ന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഒരു വൈറ്റ് ക്ലോത്ത്, ഒരു മുണ്ട് പോലത്തെ ആ മുണ്ടിൻ്റെ വലുപ്പത്തിലുള്ള ഒരു വൈറ്റ് ക്ലോത്ത് വെച്ച്, പിന്നെ എനിക്ക് തന്നെ 2 തോർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റലിന് ആവശ്യമുണ്ടാവുമല്ലോ നമുക്ക് കുളിക്കാനും, പിന്നെ ഉള്ളിലേക്ക് ചോദിക്കുമെന്ന് പറഞ്ഞ്, അപ്പം അതിന് വേണ്ടിയുള്ള 2 വൈറ്റ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫീഡിങ് ഓപ്ഷനുള്ള 3 ഫീഡിങ് ബ്ര. എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് എന്തായാലും ഇതല്ലേ ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 3 എണ്ണം അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെ നമ്മൾ ഡെലിവറി കഴിഞ്ഞതും നമുക്ക് തുണി ചോദിക്കും. അതിന് വേണ്ടിയുള്ള 2 തുണി, 2 അല്ല 4 എണ്ണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 2 എണ്ണം ഉള്ളിലേക്ക് കൊടുക്കാനും 2 എണ്ണം എക്സ്ട്രാ, അങ്ങനെ 4 നല്ല ലെങ്ത്തുള്ള ക്ലോത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിലിടാനുള്ള പാൻറ്റീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് തൽക്കാലം എനിക്കുള്ളത് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബേബിക്കുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ബേബിക്ക് 2 വൈറ്റ്, കുറച്ച് ലെങ്ത്തുള്ള കുറച്ച് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണം വൈറ്റ്, ഫുൾ വൈറ്റ്. ഉള്ളിലേക്ക് മിക്കവാറും വൈറ്റ് ആയിരിക്കും ക്ലോത്ത് ചോദിക്കും. അപ്പം അതിന് വേണ്ടിയുള്ള 2 എണ്ണം എടുത്ത് വെച്ച്, പിന്നെ ബാബയ്ക്ക് വേണ്ടിയുള്ള ടർക്കി, 1 ഫുൾ വൈറ്റിൽ ഉള്ളതൊന്ന്,
അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റായ നല്ല ഇപ്പോൾ മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഒന്നാമത് വയനാടാണ് ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് ഇത്. അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഭാവിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ക്യാപ്പ്, 1 പിന്നെ ഒരു ഗ്രീന്, പിന്നെ ഒരു പിങ്ക് പോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ജോഡിയായുള്ള ക്യാപ്പ്, മിറ്റൻസ്, ബുട്ടീസ്, ഇത് 3 അങ്ങനെ 3 സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. തണുപ്പായതുകൊണ്ട് ഇത്രയൊക്കെ എടുത്തത്, പിന്നെ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ, അങ്ങനെ 3 എടുത്ത് വെച്ചിന്. പിന്നെ അവർക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ബേബിക്ക് ആവശ്യമായ സ്വെറ്റർ. നല്ല തണുപ്പായി ഇവിടെ, അതുകൊണ്ട് സ്വെറ്റർ ഇതൊക്കെ ഞാൻ കടയിൽ പോയി വാങ്ങിയതാണ്. എൻ്റെ കൂടെ ഷോക്സ് ഉണ്ട്, പിന്നെ ഒരു ക്യാപ്പും ഉണ്ട്. പിന്നെ അതേപോലത്തെ ഒന്നും കൂടിയുണ്ട്, ഒരു സ്വെറ്ററും കൂടിയുണ്ട്. അങ്ങനെ 2 ജോഡിയാണ് വാങ്ങിയത്. അതിൻ്റെ കൂടെ ഒരു ക്യാപ്പുണ്ട്, പിന്നെ ഒരു ക്യാപ്പും ഇത് ഷോക്സും, അങ്ങനെ ഇത് 2 ഉണ്ട്. പിന്നെ ഞാൻ ബേബിക്ക് വേണ്ടി എടുത്ത് വെച്ചത് തോർത്ത്, ഒരു വൈറ്റ് തോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തുണികൾ അലക്കി നല്ല മടക്കി ഇസ്തിരി ഇട്ട് വെച്ചത്, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇതൊക്കെ എടുക്കുന്നത് ആവശ്യം വരും. പിന്നെ ബേബിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ജബല്ലാസ്, കുഞ്ഞു വാഴക്കുള്ള കെട്ടുടുപ്പ്, അത് ഞാൻ ഫുള്ളും വൈറ്റാണ് ചൂസ് ചെയ്തത്. കുഞ്ഞു വാഴയ്ക്ക് കളറ് ഇടണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് 1 2 3 4 5 ഡ്രസ്സുകൾ കെട്ടുടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള നല്ല ഒരു ഡ്രസ്സ്. പിന്നെ ഇത് ഭാവിക്ക് ഇടാൻ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഒരു 4 ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അങ്ങനെ ഇത് 4 ഇതിൻ്റെ പേര് ലെങ്കോട്ട് അങ്ങനെ എന്തോ ആണ്. ഇങ്ങനത്തെ 4 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഒരു വലിയ ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഷീറ്റ് ഇങ്ങനെ ഒരു ഡ്രൈ ഷീറ്റ് എടുത്ത് വെച്ച്, ഇത് ആവശ്യമുണ്ടല്ലോ, അങ്ങനെ ഡ്രൈ ഷീറ്റ്. ഇതൊക്കെയാണ് വായിക്കും എനിക്ക് വേണ്ടി ഞാനിപ്പം ഇതിൽ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് ചൂടുവെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് വാങ്ങാനുള്ള പാത്രം, പിന്നെ ഒരു കുപ്പി, പിന്നെ എടുത്തിട്ടുള്ളത് സോപ്പ് പെട്ടി, പിന്നെ ഒരു പാത്രം കഴുകുന്ന സോപ്പ്, പിന്നെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, സ്പൂണ്, പിന്നെ ചോറൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു കാസ്ട്രോള് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്.
പിന്നെ പറയുകയാണെങ്കിൽ അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് വേറൊരു ബാഗിലിട്ട് വെച്ചിട്ടുണ്ട് അമ്മയ്ക്കുള്ള ഡ്രസ്സ്. പിന്നെ ബെഡ്ഷീറ്റ്, പുതപ്പ്, പിന്നെ പേസ്റ്റ് ബ്രഷ്, പിന്നെ ആവശ്യമായിട്ടുള്ള സോപ്പ്, മോയ്സ്ചറൈസർ, പിന്നെ ചീർപ്പ്, എൻ്റെ മെഡിസിൻ, ഇതെല്ലാം ഒരു ബാഗിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയിൻ ഉള്ളത് കൊണ്ട് എപ്പോഴാണ് പോകേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഏട്ടൻ വരും. ഏട്ടൻ വന്നാൽ പിന്നെ ഇനി ഡെലിവറി കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റൂ. കാരണം ഇന്ന് നൈറ്റ് ചിലപ്പോൾ പെട്ടെന്ന് വണ്ടിയൊന്നും വന്നില്ലെങ്കിലോ, അതുകൊണ്ട് ഇന്നേട്ടൻ ഈവനിങ് എത്തും. പിന്നെ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഇതുവരെ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, ഒരു ഛർദിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇനി അവസാന നിമിഷം വരെ ഒന്നും ഉണ്ടാവാതെ ബേബീനെ കൈ കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. പിന്നെ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു 10-ാം തീയതി, അതിപ്പോൾ 16-ലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ 11-ഉം 12-ഉം എക്സാം ഉണ്ട്. അത് എഴുതാൻ പോകാൻ പറ്റുമെന്നറിയില്ല. കാരണം ഇടയ്ക്കൊരു പെയിന് വരുന്നതുകൊണ്ട് വടകര വരെ പോകണം എക്സാമിന്. അപ്പോൾ അതിന് പറ്റുമോയെന്നറിയില്ല. ഇനിയിപ്പോൾ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ എഴുതണം. എന്തായാലും അങ്ങനെയൊക്കെ പോകുന്നു, ഒന്നുമില്ലാതെ ഡെലിവറി. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ് എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയ സാധനം ഞാൻ വാങ്ങി വെച്ചത്. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഉള്ളതെല്ലാം ഞാൻ വാഷ് ചെയ്തിട്ട് എല്ലാം എടുത്ത് വെച്ചതാണ്. ഇനി പിന്നീട് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഞാൻ ഇത്രയും സംസാരിച്ചിട്ടൊരു വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇനി മുതൽ ഇങ്ങനെ വീഡിയോസ് ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.